മേയർ സഞ്ചരിച്ച വാഹനവുമായി കെ.എസ്.ആർ.ടി.സി ബസ് തർക്കമുണ്ടായ ഭാഗങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനും പുതിയ സാഹചര്യത്തിൽ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. വിവാദങ്ങളുടെ പശ്ചാത്തലം കൂടി പരിഗണിച്ചാണ് അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. മെമ്മറി കാർഡ് ലഭിച്ചാലും ഇല്ലെങ്കിലും ഒരു സ്ത്രീ എന്ന നിലയിൽ ആര്യ രാജേന്ദ്രൻ നൽകിയ കേസ് നിലനിൽക്കുമെന്നാണ് നിയമ കേന്ദ്രങ്ങളും ചൂണ്ടിക്കാട്ടുന്നത്. ഓടുന്ന വാഹനത്തിൽ വെച്ചാണ് കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചതെന്ന് ആര്യയും കാറിൽ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയും പറയുന്നതിനാൽ അതിന് മറ്റ് സാക്ഷികളുടെ ആവശ്യം പോലും നിലവിലില്ല. ബസ്സിലുള്ളവർ ഈ രംഗം കണ്ടാലും ഇല്ലെങ്കിലും അത് കേസിനെ ബാധിക്കില്ലെന്നാണ് അഭിഭാഷകരും പറയുന്നത്. ബസ് തടയപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നവരുടെ സാക്ഷിമൊഴികളും ആര്യ രാജേന്ദ്രന് അനുകൂലമാണ്. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ മേയറോട് സംസാരിച്ച രീതി ശരിയല്ലെന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതും ഡ്രൈവറുടെ വാദം ദുർബലപ്പെടുത്തുന്നതാണ്. തനിക്ക് മേയറെയും MLA യും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്ന ഡ്രൈവറുടെ വാദം പോലീസും വിശ്വസിക്കുന്നില്ല.